വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് MLA രാഹുൽ മാങ്കുടത്തലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു വാദം. കേസ് അന്വേഷിക്കുന്ന SITയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം പറയുക. ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്തിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുകയാണ് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ലൈംഗിക പീഡന പരാതിയിൽ മറ്റ് 2 കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് കോടതിയെ അറിയിച്ച പ്രോസിക്യൂഷൻ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് MLA രാഹുൽ മാങ്കുടത്തലിന്റെ ജാമ്യാപേക്ഷയിലാണ് നാളെ വിധി വരിക. ജാമ്യാപേക്ഷയിൽ വാദമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അടച്ചിട്ട മുറിയിൽ, കോടതി മുറിയിലായിരുന്നു വാദം കേട്ടത്. കേസ് അന്വേഷിക്കുന്ന SITയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചൊക്കെ ആയിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം പറയുക. 3 ദിവസത്തെ കസ്റ്റഡിയിലൊക്കെ രാഹുൽ മാങ്കുടത്തലിനെ വിട്ടിരുന്നു. ഈ ഒരു അന്വേഷണ സംഘത്തിന് 3 ദിവസം കൊണ്ട് പരമാവധി തെളിവുകളൊക്കെ ശേഖരിച്ച ശേഷമാണ് ഇത്തരത്തിൽ അടച്ചിട്ട മുറിയിൽ വാദം കേട്ടത്. അതിനുശേഷം SITയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും രാഹുൽ മാങ്കുടത്തലിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയുക. ജാമ്യം നൽകുന്നതിനെ വളരെ ശക്തമായി എതിർത്തിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുകയാണെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം തന്നെ. ലൈംഗിക പീഡന പരാതിയിൽ മറ്റ് 2 കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും കോടതിയെ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കുടത്തലിന്റെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിധി.